ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്ന് ഞങ്ങളുടെ പഴയ കൂട്ടുകാരൊക്കെ പാടെ കൂടി ഒരു കാർ മീറ്റപ്പ് റേസ് നടത്താൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നിരന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും 3-4 പേര് വരാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഇവിടെ കുറച്ച് നേരമായിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആദ്യം വന്നത് ഈ ബുഗാട്ടിക്കാരനാണ്. ഇവൻ ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഇവരുടെ കൂടെ പഠിച്ചെങ്ങാണ്ടാ തോന്നുന്നു. എൻ്റെ കൂടെ അവൻ അങ്ങനത്തെ ഒരാളുണ്ടായത് എനിക്ക് ഓർമ്മയില്ല ഗായ്സ്. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറൊക്കെ ഉണ്ട്. ഫെരാരി മസ്താങ് ഒക്കെ ഇവിടെ ഉണ്ട് ഗായ്സ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്തൊക്കെ കാറാന്ന് എനിക്കറിയില്ല. ഓ ഗായ്സ്, എന്തോ സൗണ്ട്! ഇതെന്ത് സൗണ്ട് ഗായ്സ്? എന്തോ കാറ്റൊക്കെ പാടെ വരുന്ന ഒരു സൗണ്ടാണിത്. ഓ അതെന്തേ? ക്യാപ്റ്റൻ അമേരിക്കയോ? എടേ അയ്യോ, സ്പൈഡർമാൻ! ഓ ഗായ്സ്, ഓ ഹൾക്ക്! ശെന്നളിയോ ഗൈസ്, ഈ കൂട്ടത്തിലൊരു അയൺമാൻ. എൻ്റെ അളിയ പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും വന്ന് ഗൈസ്. ഇവർക്ക് എന്തോ എൻ്റെ ഒരു സഹായം വേണമെന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനൊരു പെട്ടെന്നുള്ളൊരു വരവ്. അറിയില്ല, ഇവരെന്തായാലും പറയുന്നതാണ്. ഓ അതാരുടെ ഗൈസ്? അവിടെ നിന്നൊരു കാറ് വരുന്നുണ്ട് ഇങ്ങോട്ട്. എവിടെ ഇതെന്തോ പരിചയമില്ലാത്ത ഒരാളാണല്ലോ. എവിടെ ബാറ്റ്മാനാ? വാട്ട് ഗൈസ്, ബാറ്റ്മാൻ! ഷെൻഡോളിയോ, ബാറ്റ്മാന്! ഗൈസ്, എൻ്റെ ഊഹം തെറ്റിക്കാതെയാണ് നമ്മുടെ ബാറ്റ്മാൻ വന്നിട്ട് സഹായം ചോദിച്ചത്. സോ ഗൈസ്, എന്താന്ന് വെച്ചാൽ ഇവർ നമ്മുടെ ഈ ഒരു റേസിങ്ങിൻ്റെ കാര്യം അറിഞ്ഞു. അപ്പോൾ ഇവർക്കും ഇതിൽ കൂടണമെന്നുണ്ടായിരുന്നു. ബട്ട് ഇവരുടെ കാർ കംപ്ലൈൻ്റ് ആയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരെ കാർ ഗാരേജിൽ പോയപ്പോഴാണ് ഇവരത് ഓരോ സാധനങ്ങളും മിസ്സിങ് ആയത് ഇവരറിയുന്നത്. അപ്പോൾ മിസ്സിങ്ങിൻ്റെ കാര്യം ഇവർ അന്വേഷിച്ചപ്പോൾ നമ്മുടെ സിറ്റിയിൽ നിന്നാണ് ഓരോരുത്തരും മോഷ്ടിച്ചതെന്ന് ഇവർ പറയുന്നത്. അപ്പോൾ അത് എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇവരെന്നോട് വന്ന് സഹായം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യമാണോ അല്ലേന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്തായാലും നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന 4 പേര് ഇങ്ങോട്ടൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. അവരതാണിപ്പോൾ മിസ്സിങ്. ബാറ്റ്മാൻ്റെ ഏതോ ഒരു വലിയ എക്സ്പെൻസീവ് കാറ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ വിളിച്ച് ചോദിച്ചു നോക്കാം. ഞാൻ ഈ റേസിന് വേണ്ടി റെഡി ആയി നിൽക്കുമ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് എൻ്റെ ട്രെയിൻ ഇവിടുന്ന് മിസ്സായിക്കുന്നത്. അത് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ സിറ്റിക്കാരാണ് അത് അടിച്ചു കൊണ്ടുപോയതെന്ന്. അപ്പൊ നിന്റെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിനക്ക് ഈസി ആയിട്ട് അത് അവരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റും. ഗൈസ്, ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ 5 പേരുടെയും വണ്ടി ഇപ്പോൾ മിസ്സിങ് ആണ്. അപ്പോൾ അത് ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നാണ് ഇപ്പോൾ ഇത്രയും നേരം അവർ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ബാറ്റ്മാൻ്റെ ഒരു എക്സ്പെൻസീവ് വണ്ടി, ഇതിൻ്റെ പേരും കാര്യങ്ങളും എനിക്കൊന്നും അറിയില്ല. ഇതിൻ്റെ ബാറ്റ്മാനെ കാണുകയാണെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം ഇതിൻ്റെ പേരെന്താണ്. എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഈ വണ്ടീനെ പറ്റിയിട്ട്. ഇത് എന്ത് വണ്ടിയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോ ഇനി നമുക്ക് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു വണ്ടിയുണ്ട്, ബുഗാട്ടിയാണ്. അത് ഈ സിറ്റിയിലാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഒരു വണ്ടി വരുന്നുണ്ട്. ഒരു മിനിറ്റ്, നമുക്കതിൻ്റെ നമ്പറാണ് നോക്കേണ്ടത്. ഓക്കെ, അത് ഇങ്ങോട്ടാണ് വരുന്നത്. നമുക്ക് നോക്കാം ഗൈസ്. ഇതന്നെയാണ് ആ വണ്ടി. ആ നമ്പർ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ക്യാപ്റ്റൻ അമേരിക്ക എനിക്ക് അതിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇതന്നെയാണ് ആ വണ്ടി. ഇവിടെ ദാണ്ട ആ റേസിന് കണ്ടവൻ കളിയോ, അവന്മാരൊക്കെ കള്ളന്മാരായിരുന്നു അല്ലേ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വണ്ടി ഒരാൾ മോഷ്ടിക്കാൻ പോകുന്നു. ഡേ സോ ഗൈസ്, നമ്മളങ്ങനെ ക്യാപ്റ്റൻ അമേരിക്കയുടെ വണ്ടി ആയിട്ട് നേരെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ സേഫ് ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റിയിൽ എൻ്റെ കൂടെ പഠിച്ചവൻ വരെ കള്ളനാന്ന് എനിക്ക് ഇപ്പോഴാണ് അറിഞ്ഞത് ഗൈസ്. അവിടെ പുറത്ത് പോലീസൊക്കെ വന്നിട്ടുണ്ട്. സോ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ഇനി സ്പൈഡർമാൻ്റെ ഒരു BMW എടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു സിറ്റിയിലാണ്. ഇത് ഏതോ 3DX സിറ്റിയോ അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിൻ്റെ. ഓക്കെ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് അവൻ്റെ സ്പൈഡർമാൻ്റെ മൊബൈലിൽ GPS നോക്കിയതാണിത്. ഓക്കെ, എനിക്ക് ഈ വഴിയൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ഓ ഗൈസ്, ദാണ്ടേ അതാണ് സ്പൈഡർമാൻ്റെ വണ്ടി കേട്ടോ. കണ്ട ചുവപ്പ് കളറിൽ നിങ്ങളൊരു വണ്ടി കണ്ട? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ സ്നൈപ്പർ കൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ എയിം ചെയ്ത പണി കിട്ടും. നമുക്ക് പുറകുവശത്തേക്ക് കൂടെ പോവാം. ഫ്രണ്ടിൽ കൂടെ ചാടിപ്പോകുന്നത് സേഫ്. ഗൈസ്, ഇവിടെ 2 പേര്. പണി കിട്ടിയല്ലേ ഗൈസ്. നമ്മളിവിടെ സീക്രട്ടായിട്ട് ചേരുമ്പോൾ ആരും അറിയരുത്, അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ഒരു തിരിഞ്ഞ് നോക്കുന്നൊന്നുമില്ല, സംശയമൊന്നും തോന്നിയിട്ടില്ല ഗൈസ്. ഞാൻ എന്തായാലും ഈ ബാക്ക് മതിൽ ചാടിയിട്ടാണ് പോകുന്നത്. മതിലല്ല, ഒരു ഗിരിൽ ചാടിയിട്ടാണ് പോകുന്നത്. ദേ ആ കാണുന്നതാണ് നമ്മുടെ സ്പൈഡർമാൻ്റെ വണ്ടി കേട്ടോ. അപ്പോൾ ഇവിടെ ഒച്ചത്തിൽ സംസാരിച്ചാൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് ഗൈസ് ഞാനിപ്പം മെല്ലെ വർത്താനം പറയുന്നത്. സോ അവരെ ഓക്കെ, അവിടെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ മെയിൻ ലീഡറെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അവൻ അവിടെ എവിടെയെങ്കിലും മുക്കിൽ നിൽക്കുന്നുണ്ടാവും. യെസ്,
അതെ ഗൈസ്, നിങ്ങൾ കണ്ടോ, ഇതാ നിൽക്കുന്നു. അതാണ് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, അവനെ ആയിരിക്കാം. ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചത് ഇവനാണ് ഇതിൻ്റെ മെയിൻ ലീഡർ എന്ന് തോന്നുന്നു. സോ ഗായ്സ്, ഇതിൻ്റെ ഇടയിൽ ചെറിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ ഞാൻ ക്യാമറ ഓണൊക്കെ മറന്നുപോയി, സോറി ഗായ്സ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് വണ്ടി എടുത്ത് പോവാൻ നേരത്തെ ഇതാണ്ട് പോലീസ് എൻ്റെ വണ്ടി, നമ്മുടെ സ്പൈഡർമാൻ്റെ വണ്ടി ആകെ പണി കിട്ടി. ഓ എൻ്റെ അളിയ ഗൈസ്, ഞാനിതൊരു പ്ലെയിനിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഓടിച്ചു പോകുമ്പോഴേക്കും ഞാനൊരു പരുവാവും. ഞാൻ വന്നത് അങ്ങനെ പ്ലെയിനിലാണെങ്കിൽ തിരിച്ചു പോകുന്നത് ഞാനൊരു വലിയ പ്ലെയിനിലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സ്പൈഡർമാൻ്റെയും ഹൾക്കിൻ്റെയും വണ്ടിയാണ്. ഓക്കെ, അതാണ് എനിക്കൊരു കുറച്ചുകൂടി ടാസ്ക് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി സ്പൈഡർമാൻ്റെ വണ്ടി കണ്ടുപിടിച്ച് ഗായ്സ്. അപ്പോൾ നമ്മുടെ അയൺമാൻ്റെ വണ്ടി കണ്ടുപിടിക്കാൻ എനിക്ക് ടാസ്ക് അങ്ങനെ തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ആവാനാണ് ചാൻസ് കൂടുതൽ. രണ്ടാമത്തെ ട്രെയിൻ കണ്ടിട്ടെന്തോ പുതിയതാണ്, അത് എനിക്ക് അയൺമാൻ്റെ ട്രെയിനായിട്ട് ഒരു ഡൗട്ടും ഇല്ല. എന്താണെന്ന് വെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പോവാറുണ്ട്. മറ്റേ ട്രെയിൻ അങ്ങനെയല്ല, ഓൺലി തിങ്കളാഴ്ച മാത്രമേ ഈ റൂട്ട് പോകുന്നുള്ളൂ. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഞാൻ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. ഈ ട്രെയിൻ ഇവിടെ എത്താനായിട്ടുണ്ട്. ഓക്കെ, ഇതല്ലാന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പാണ്, കാരണം ഈ ഒരു ട്രെയിൻ അറേഞ്ച് ചെയ്തത് ഞാനാണ്. ഇത് ഈ സിറ്റിക്ക് 2 ട്രെയിൻ ആവശ്യമുള്ളതുകൊണ്ട് ഈ സിറ്റിക്ക് ഞാൻ അറേഞ്ച് ചെയ്തത് ഞാനാണ്. അപ്പോൾ ഈ റൂട്ട് എന്തായാലും മറ്റേ ട്രെയിൻ ഇതുവരെയായിട്ട് ഓടി വന്നിട്ടില്ല. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പോയ സിറ്റിയിലേക്ക് ഒരു റൂട്ടുണ്ട്, അത് ഇവിടുന്ന് തന്നെ റൂട്ടാണ്. അപ്പോൾ ആ ഒരു ട്രാക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ ചിലപ്പോൾ ദേ പോന്നു ഗൈസ്. എൻ്റെ അളിയ ഗൈസ്, ഈ വണ്ടി എങ്ങനെയും നിർത്തണം ഗൈസ്. അങ്ങനെ നമുക്ക് ട്രെയിൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കള്ളന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി, അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി. ഓക്കെ, നിർത്തിയ ടൈം കൊണ്ട് തന്നെ അവർ ഓടി രക്ഷപ്പെട്ട്. പിന്നെ എന്തായാലും ഇത് ഞാനിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. സോ ഗൈസ്, ഇനി നമ്മൾ ഹൾക്കിൻ്റെ ഒരു യമണ്ട മോൺസ്റ്റർ ട്രക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ആദ്യം ഓടി എത്തിയത് എൻ്റെ അനിയൻ ബ്രോ കിട്ടുവിൻ്റെ കയ്യിലുള്ള ഒരു RC ട്രക്കാണ്. അവൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു മോൺസ്റ്റർ RC ട്രക്ക് തന്നെയാണ്. അപ്പോൾ അത് ഇതല്ല, ബാറ്റ്മാൻ്റെ എങ്ങാണ്ടാണ് തോന്നുന്നു. അപ്പോൾ ഈ ട്രക്ക് ഇനി നമുക്ക് നമ്മുടെ ഹൾക്കിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാറുണ്ട് ഗൈസ്. ഇത് കണ്ടിട്ട് കുറച്ച് ഹൈടെക് വണ്ടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഗൈസ്, ദാണ്ട് നമ്മുടെ അയൺമാൻ്റെ എക്സ്പെൻസീവ് ട്രെയിൻ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമ്മൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂടെ ഒരു റെയിൽവേ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ അയൺമാൻ ഓടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അയൺമാൻ്റെ ട്രെയിൻ. അപ്പോൾ ബാക്കിയുള്ളവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ഇപ്പോഴും 9K ആണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ റോഡ് ടു 10Kയിലേക്ക് കടക്കാൻ കഴിയൂ. അപ്പോൾ നമ്മൾ 10K ആയി അന്ന് തന്നെ നമ്മുടെ GTA 5ൻ്റെ ഫസ്റ്റ് മിഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ഗായ്സ്, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ബുഗാട്ടി ഇവിടെ റെഡിയാണ്. ഇതേ നമ്മുടെ സ്പൈഡർമാൻ്റെ BMW അങ്ങനെ ഇവിടെ റെഡിയാണ്. അപ്പോൾ സ്പൈഡർമാൻ ഇതിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. സോ അടുത്തത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ബാറ്റ്മാൻ ആണ് സുഹൃത്തുക്കളെ. ഗൈസ്, ബാറ്റ്മാൻ നേരത്തെ വന്നതിനേക്കാട്ടിൽ കുറച്ച് ഹൈറ്റ് കൂടിയെന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പേര് ചോദിച്ചപ്പോഴാണ് ബാറ്റ് മൊബൈലിൽ നിന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും ആയിക്കോട്ടെ. നമ്മുടെ ഹൾക്കിൻ്റെ വണ്ടി താണ്ട് ഇവിടെ സെറ്റാണ്. ഹൾക്കിനെക്കാട്ടിലും വെയിറ്റുള്ളൊരു വണ്ടിയാണിത്. അത് നമ്മുടെ ഹൾക്ക് കയറുന്നപ്പോൾ തന്നെ മനസ്സിലായി ഗായ്സ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എൽ ഗ്രാൻഡ് മഹ എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.